കണിവെള്ളരി ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാർ റെഡിയാക്കുന്ന വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ വീണ്ടും വീണ്ടും നിങ്ങൾ ഈ ഒരു അച്ചാർ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അത്രയും ടേസ്റ്റാണ് ഈ ഒരു അച്ചാറിന്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഈ ഒരു അച്ചാറിന് ടേസ്റ്റ് കൂടാനുള്ള ഒരു അടിപൊളി ടിപ്പും കൂടി ഞാനിതിൽ പറയുന്നുണ്ട്. ഞാനിതാ ഒരു 3 കണിവെള്ളരി എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകൾ ഭാഗത്തെ ആ ഒരു തോലൊക്കെ പീലർ വെച്ച് കളഞ്ഞതിന് ശേഷം ദാ ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിൻ്റെ ഉൾവശത്തുള്ള ആ ഒരു കുരുവില്ലേ, അതായത് അതിൻ്റെ അരിമ്പ്, അത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അത് നന്നായിട്ട് നിങ്ങൾ കട്ട് ചെയ്ത് ഒഴിവാക്കുക. എന്നിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ. അത് വന്നാൽ അച്ചാറിന് ഒരു കയ്പ്പുരസം വരും. അങ്ങനെ അതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഞാനിതാ ഈ ഒരു രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ മാങ്ങച്ചാറിനൊക്കെ അരിഞ്ഞെടുക്കില്ലേ, ആ ഒരു ടെക്സ്ചറിൽ തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെയല്ല, കുറച്ചും കൂടി കട്ടി അല്ലെങ്കിൽ കുറച്ചും കൂടി നീളം വേണം, അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് അരിഞ്ഞെടുക്കാവുന്നതാണ്. ഇനി ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുക്കുക, ഒരുപാട് ഇട്ട് കൊടുക്കരുത്. പിന്നെ ചേർക്കുന്നത് മുളക് പൊടിയാണ്. സാദാ മുളക് പൊടിയാണ്, കാശ്മീരി മുളകല്ല. വീട്ടിൽ ഉപയോഗിക്കുന്ന സാദാ മുളക് പൊടി 2 സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. 1 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ചേർക്കേണ്ടത് ഉലുവയാണ്, ഉലുവപ്പൊടി. ഉലുവ നന്നായിട്ട് വറുത്ത് പൊടിച്ചെടുത്തത് 1/4 സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കുക. അളവ് കൂടിപ്പോയാൽ അച്ചാറിന് കയ്പ്പുരസം വരാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് വളരെ കുറഞ്ഞ അളവിൽ മാത്രം ഉലുവ ഇട്ട് കൊടുക്കുക. പിന്നീട് നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ഉലുവ ചേർത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു 1.5 മണിക്കൂറിൻ്റെ അടുത്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ആ ഒരു സമയം കൊണ്ട് ഉപ്പും മുളകും മഞ്ഞളും ഉലുവയൊക്കെ ഒന്ന് അതിൽ നന്നായിട്ട് പിടിച്ച് കിട്ടും. ഇനി അച്ചാറിലേക്ക് ആവശ്യമായ കടുകിൻ്റെ പരിപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ ചെറിയൊരു അമ്മിക്കുട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 സ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് പൊടിഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് ക്രഷ് ആയാൽ മാത്രം മതി. അതിൻ്റെ പരിപ്പൊക്കെ ദാ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു കടുകിൻ്റെ തോലൊക്കെ വേണമെങ്കിൽ ഒന്ന് ഊതിയിട്ട് കളയാം. അതല്ല ഇങ്ങനെ ഇടുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. എന്തായാലും എന്താ ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് അച്ചാറിടാം. ആദ്യം ഞാനിതാ ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയല്ല, നല്ലെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എണ്ണ ചൂടായതിന് ശേഷം ഞാൻ ഒരു 1/4 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇനി കടുക് ഇഷ്ടമല്ലാത്ത ആളുകളാണെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയാണ്. ഇതും ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും താല്പര്യമില്ലെങ്കിൽ അതും ചേർക്കാതിരിക്കാം. പക്ഷേ കുറച്ചും കൂടി ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയത് ഇതൊക്കെ ചേർക്കുമ്പോഴാണ്. അപ്പം വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഞാനിതാ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. കറിവേപ്പില നിങ്ങൾ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാതിരിക്കുക. ഇത് നന്നായിട്ട് വാടി അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലും ആ ഒരു ഇതൊക്കെ ഒന്ന് നന്നായി വെന്ത് ഒന്ന് മൊരിഞ്ഞ് വന്നതിന് ശേഷമാണ് നമുക്ക് ആ ഒരു കറിവേപ്പില അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഏകദേശം പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കുക. കറിവേപ്പിലൊക്കെ നന്നായിട്ട് ആ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് മൊരിയണം. അതിൻ്റെ ആ ഒരു പച്ച കളറൊക്കെ മാറിയിട്ട് നന്നായിട്ട് ആ ഒരു പൊട്ടുന്ന പരുവുണ്ടല്ലോ, ആ ഒരു പരുവാവുന്ന സമയത്ത് നിങ്ങൾ ഗ്യാസ് ഓഫ് ചെയ്യുക. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഒരു 3 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന കടുക് ഉണ്ടല്ലോ അത് 1 സ്പൂണ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 1 സ്പൂണ് കായംപൊടി, ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഈ കാര്യങ്ങളൊന്നും വീഡിയോയിൽ വന്നിട്ടില്ല. അത് ഞാൻ എന്തോ ക്യാമറ ഓണാക്കാൻ മറന്നുപോയിട്ടോ, അങ്ങനെ സംഭവിച്ചതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം ഈ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാനേ. അച്ചാറും പൊടി ഞാൻ ചേർത്തിട്ടില്ല. വെറും മുളകും പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ കായപ്പൊടി, പിന്നെ ആ ഒരു കടുക് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഉലുവാപ്പൊടി നമ്മൾ ഓൾറെഡി അതിൽ കുഴച്ച് വെക്കുമ്പം തന്നെ നമ്മൾ ചേർത്തത് കൊണ്ട് ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല. ഇനി നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ചേർക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ വഴറ്റുന്ന സമയത്ത് ചേർത്താലും മതി. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. വഴറ്റി നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഗ്യാസ് കത്തിക്കുക. ഗ്യാസ് കത്തിച്ചിട്ട് ചെറിയ തീയിലൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. അങ്ങനെ ഏകദേശം മസാലകളൊക്കെ ഒന്ന് പിടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വിനാഗിരിയാണ്. നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾ വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. വിനാഗിരി ഒരുപാട് ഉപയോഗിക്കാതിരിക്കുക കേട്ടോ, കാരണം നമ്മുടെ വയറിനൊക്കെ കംപ്ലൈൻറ്റ് വരും. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ നമ്മൾ അച്ചാർ കൊടുക്കുന്നതാണല്ലോ. അപ്പം നിങ്ങൾക്ക് ഇനി വിനാഗിരി ഉപയോഗിക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ പകരം 1 ഗ്ലാസ് ചൂടുവെള്ളം, നല്ല തിളച്ച വെള്ളം ഉണ്ടല്ലോ, അത് ഉപയോഗിക്കുക. ഞാനിപ്പോൾ വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്, എന്നാലും അതിൽ നിന്ന് നേർപ്പിക്കാനായിട്ട് ഒരു 1/2 ഗ്ലാസ് നല്ല തിളച്ച വെള്ളം കൂടി ഞാനിതിൽ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക.
ഇനി നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം. നന്നായിട്ട് തിള വന്നതിന് ശേഷമാണ് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു വെള്ളരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. നന്നായിട്ട് തിളയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച ആ ഒരു വെള്ളരിയില്ലേ, അത് ഈ ഒരു മിക്സിലേക്ക് നന്നായിട്ട് ചേർത്ത് കൊടുക്കാം. വെള്ളരി നമ്മൾ ആദ്യം ഉപ്പും മഞ്ഞളും മുളകും ഒക്കെ ചേർത്ത് വെക്കണം എന്ന് പറയുന്നത് വെള്ളരി അറിയാലോ, അതങ്ങനെ പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് ഇല്ലാത്ത ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങനെ എടുത്ത് അച്ചാറിലേക്ക് ഇടുമ്പം അതിൽ ഉപ്പും കാര്യങ്ങളൊന്നും മുളകും അങ്ങനെ പെട്ടെന്ന് പിടിക്കില്ല. അതുമാത്രമല്ല ഇങ്ങനെ ചെയ്യുമ്പോഴാണ് അച്ചാറിന് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നിയത്. ഇനി അച്ചാറിന് ടേസ്റ്റ് കൂടാനുള്ള ഒരു 2 ടിപ്പും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ ഒരു അച്ചാർ റെഡിയാക്കുന്ന സമയത്ത് നിങ്ങൾ 1 സ്പൂണ് പഞ്ചസാരയും കൂടി ഇതിൽ മിക്സ് ചെയ്യട്ടോ. അത് അച്ചാർ ഒന്നും കൂടി ടേസ്റ്റ് കൂടാനും അച്ചാർ പെട്ടെന്ന് കേട് വരാതിരിക്കാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ചില ആളുകൾക്ക് പുളിയുള്ള അച്ചാർ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഈ ഒരു വെള്ളരി അച്ചാറിന് അങ്ങനെ ഒരുപാട് പുളിയും കാര്യങ്ങളൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് പുളി വേണം, അച്ചാറിന് ഒന്നും കൂടി ടേസ്റ്റ് കൂടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ വെള്ളരി അരിയുന്ന ഒരു സമയത്ത് നല്ല പുളിയുള്ള 1-2 മാങ്ങ കൂടി അതിൻ്റെ കൂടെ മിക്സ് ചെയ്യുക കേട്ടോ. എന്നിട്ട് അച്ചാർ ഇടുകയാണെങ്കിൽ അച്ചാറിന് ഒന്നും കൂടി നല്ല ടേസ്റ്റ് കൂടും. അപ്പോൾ അതാ അച്ചാറൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്കൊരു ബോട്ടിലേക്ക് മാറ്റാം. നമ്മളെപ്പോഴും നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അച്ചാർ എപ്പോഴും ഗ്ലാസിൻ്റെ ബോട്ടിൽ തന്നെ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ അതിൽ വിനാഗിരിയും കാര്യങ്ങളൊക്കെ ചേർക്കുന്നത് കൊണ്ട് കഴിയുന്നതും പ്ലാസ്റ്റിക് ബോട്ടിൽ ഒഴിവാക്കുക. ഈ ഒരു ബോട്ടിൽ ഞാൻ നന്നായിട്ട് കഴുകി ഉണക്കിയെടുത്ത് വെച്ചതാണ്. ഇനി ഈ ഒരു അച്ചാർ ഈ ഒരു ബോട്ടിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. അച്ചാർ നന്നായിട്ട് ചൂട് തണിയണം കേട്ടോ. ചൂട് തണിഞ്ഞതിന് ശേഷം മാത്രം ബോട്ടിലേക്ക് മാറ്റി കൊടുക്കുക. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് അച്ചാറിൽ എത്ര ചാറ് വേണമെന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. ഞാനിപ്പം അത്യാവശ്യം ചാറ് എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ചാറ് ആവശ്യമില്ലെങ്കിൽ നിങ്ങൾ വിനാഗിരിൻ്റെ അതുപോലെ ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ അളവൊക്കെ ഒന്ന് കുറയ്ക്കുക. നന്നായിട്ട് ചാറ് വേണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഇനി നിങ്ങൾക്ക് വിനാഗിരി ഇഷ്ടമല്ലെങ്കിൽ വിനാഗിരി സ്കിപ്പ് ചെയ്യാം. അതുപോലെ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. പക്ഷേ അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ഫ്ലേവറിൽ കിട്ടും. ഈ ഒരു അച്ചാർ നമുക്ക് ഇത് വെള്ളരി അച്ചാറാണെന്ന് ഒരിക്കലും ആരും പറയില്ല കേട്ടോ. ഇത് കഴിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുകയില്ല വെള്ളരി അച്ചാറാണെന്നുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ വീട്ടിൽ നല്ല പുളിമാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു മാങ്ങയും കൂടി നിങ്ങൾ മിക്സ് ചെയ്തിട്ട് ഇടുകയാണെങ്കിൽ ശരിക്കും ഒരു മാങ്ങച്ചാർ കൂട്ടുന്ന ആ ഒരു ടേസ്റ്റിൽ തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു വെള്ളരീൻ്റെ അച്ചാർ കിട്ടുക. അപ്പം ഇതുവരെ ട്രൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ്. ഇത് കൂട്ടിയാൽ ആരും പറയില്ല ഇത് വെള്ളരി അച്ചാറാണ് എന്നുള്ളത്. ഇനി നിങ്ങളെടുത്ത് കണിവെള്ളരി ഇല്ലെങ്കിലും പ്രശ്നമല്ല, നിങ്ങൾക്ക് കിട്ടുന്ന കടയിൽ നിന്ന് കിട്ടുന്ന സാധാ വെള്ളരി ഉണ്ടല്ലോ, അതുപയോഗിച്ചും നിങ്ങൾക്ക് ഈ ഒരു അച്ചാർ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ അച്ചാറിന് ചെറിയൊരു കളർ കുറവുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മളിതിൽ അച്ചാർ പൊടിയോ അല്ലെങ്കിൽ കാശ്മീരി മുളക് പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല. നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്ന സാധാ സാധനങ്ങൾ ചേർത്തിട്ട് മാത്രമാണ് ഈ ഒരു അച്ചാർ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പം വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ പറയാം കേട്ടോ. ഓക്കെ.